ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അങ്കന. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ ഹനീദാണ്. ഇത് ആക്ച്വലി ഞാനൊരു റീൽ കണ്ട് ഉണ്ടാക്കി നോക്കിയതാണ്. സംഭവം അടിപൊളിയാണെങ്കിൽ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഫറെൻറ്റ് റൈസാണ്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളകും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഗ്രാമ്പൂ, കുറച്ച് ഏലക്കായ. നമ്മളെടുക്കുന്ന റൈസിനും ചിക്കനും അനുസരിച്ച് നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തെടുക്കുന്നത്. അതും അതേപോലെ നമ്മൾ നന്നായി മൂപ്പിച്ചെടുക്കുക. ഇതാണ് നമ്മളുടെ മസാല എന്ന് പറയുന്നത്. ഇത്രയുള്ള നമ്മുടെ മസാല കേട്ടോ. അപ്പം അത് നല്ല രീതിയിൽ നമുക്ക് തണുപ്പിച്ചിട്ട് മിക്സിയിലെ ജാറിലിട്ട് അടിച്ചെടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ചിക്കൻ ഞങ്ങൾ ബിരിയാണിയിലേക്ക് വേണ്ട പീസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ നമ്മുടെ മസാല ചേർക്കുക. 2 മാഗി ക്യൂബ് ഞാൻ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായി മസാല പുരട്ടി വയ്ക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർക്കാം, കാരണം മാഗി ക്യൂബിൽ ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് വേണ്ടത് ചേർത്താൽ മതി. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ പോകണം. നമുക്ക് ഇതിൻ്റെ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിച്ചു. ഇനി നമുക്ക് റൈസിലേക്ക് വേണ്ട പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ വേറൊരു പാനിൽ റൈസിലേക്ക് വേണ്ടത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറച്ച് ഗ്രാമ്പും കുറച്ച് ഏലക്കായും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് സവാള, പിന്നെ നമ്മൾ ക്യാപ്സിക്കം, തക്കാളി, ഇത് 3ആണ് നമുക്ക് വേണ്ടത്. അത് 3ഉം കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് ആക്ച്വലി നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ള പാനിൽ തന്നെ നമുക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ ഞാൻ ടൈം നമുക്ക് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മളുടെ ചിക്കൻ അവിടെ വെന്ത് സെറ്റായിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ അതിൽ നിന്ന് ചിക്കൻ എടുത്ത് മാറ്റിയിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈയും കൂടെ ചെയ്യണം. അപ്പോൾ നമ്മുടെ റൈസിലേക്ക് വേണ്ട ഉള്ളിയും തക്കാളിയും കൂടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ജസ്റ്റ് ഒരു ഫ്രൈയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഞാൻ ആ വലിയ പാനിലേക്ക് തന്നെ നമ്മുടെ റൈസിന് വേണ്ട മസാലയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ റൈസ് ആഡ് ചെയ്യുവാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല നീളനായിട്ടുള്ള റൈസ്, നമ്മൾ മന്തിക്കും ഫ്രൈഡ് റൈസിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് റൈസാണ് മേടിച്ചേക്കണത്. അത് കുറച്ച് നേരം നല്ല രീതിയിൽ സോക്ക് ചെയ്ത് വെച്ച് കഴുകിയിട്ട് നമ്മൾ ഇതിലിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ അളവ് എത്ര ഗ്ലാസ് ആയിട്ട് നമ്മൾ എടുത്തു അതിൽ 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ നമ്മൾ ഒഴിക്കുകയാണ്. ആദ്യം നമ്മൾ ഒഴിക്കേണ്ടത് നമ്മളെ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുള്ള വെള്ളമാണ് ആദ്യം ഒഴിക്കേണ്ടത്. പിന്നെ നമുക്ക് തികയാതെ വരുമ്പം നമ്മൾ നോർമൽ വെള്ളം ആഡ് ചെയ്താൽ മതി. ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഇത് ആവേണ്ടത്. അങ്ങനെ അതിലേക്ക് നമ്മൾ ഒരു നാരങ്ങ, ഫ്രൈഡ് അല്ല കേട്ടോ, ഡ്രൈഡ് നാരങ്ങയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് നല്ല രീതിയിൽ അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ആ ടൈമിൽ തന്നെ അവിടെ ഞാൻ ചിക്കനും ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ റൈസ് ഒരുവിധം സെറ്റായിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, എന്ന് വെച്ചാൽ വേവ് കുറവുണ്ടോ എന്നൊക്കെ നോക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ റൈസ് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ റൈസിൻ്റെ മേലേക്ക് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മളെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് മന്തിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും ഇഷ്ടമായിരിക്കും. ഒരു മൈൽഡ് ഫ്ലേവർ ആയിട്ടുള്ള ഒരു റൈസാണ്. ചിക്കൻ ആയാലും ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയല്ലേ, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി. അപ്പം എന്തായാലും ഒരു വട്ടം ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ട് രാത്രിയൊക്കെ കഴിക്കുമ്പോൾ ഒന്നും കൂടി അടിപൊളിയാണ്. ആ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു.